ആരെന്ന് തീരുമാനിച്ചു അതിനൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് അയച്ച് ആ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ അത് റെക്കോർഡ് ചെയ്ത് അതിൻ്റെ കോപ്പി എടുത്ത് മുഴുവൻ അനൗൺസ്മെൻറ്റ് വാഹനങ്ങളിലേക്കും കൊടുത്ത് അതിലെല്ലാത്തിലും അതിട്ട് പ്ലേ ചെയ്യുന്നൊരു സാധനം ഞങ്ങളുടേതല്ല എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിനെ ഇനി കേരളത്തിലെ ജനങ്ങൾ അത്ര നിഷ്കളങ്കമായി കാണണം. വടകരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും സമാനമായ ഇൻസിഡൻസ് ഉണ്ടായിട്ട് അവസാനം കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകർക്കെങ്കിലും അറിയാലോ, അവസാനം പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ അതിനെ തെറ്റുകാരായിട്ട് ചൂണ്ടിക്കാണിച്ചത് ആരെയാണ്? റിവേഷ് എന്ന് പറയുന്ന DYFI നേതാവിലല്ലേ അന്വേഷണം ചെന്ന് നിന്നത്? CPM എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഇതുവരെ എടുത്തിട്ടുണ്ടോ? അപ്പോൾ തെരഞ്ഞെടുപ്പിന് ഈ കളർ കൊടുക്കാൻ മറ്റ് പല സംസ്ഥാനങ്ങളിലും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP ഇത്തരത്തിലുള്ള ടെർമിനോളജി ഉപയോഗിക്കാറുണ്ട്. ഹിജാബ്, പിന്നെ അത്തരത്തിലുള്ള പദങ്ങൾ, ജിഹാദ്, അത്തരത്തിലുള്ള പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കാഫറും കൗമും ഒക്കെ CPMന്റെ തെരഞ്ഞെടുപ്പ് പദങ്ങളായി മാറുന്നത് ആ പാർട്ടി ഗൗരവത്തോടെ അതിൻ്റെ പ്രവർത്തകർ വിലയിരുത്തണം. അതാണോ അവരാഗ്രഹിക്കുന്ന CPM എന്ന് അതിൻ്റെ പ്രവർത്തകർ അതിൻ്റെ നേതൃത്വത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവണം.